സാധാരണഗതിയിൽ നമുക്ക് കുറച്ച് സ്നേഹത്തോടെ വേറെ ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇതിപ്പോ ഹണീനെ കുറെ സ്നേഹമാണെങ്കിലും ഹായ് ഹണി എന്നല്ലേ വിളിക്കാൻ പറ്റുള്ളൂ. പറയാറുണ്ട് ആക്ച്വലി. അതുകൊണ്ടാണ് ട്രിവാൻഡ്രം ലോഡ്ജിൽ അവര് പറഞ്ഞത് വേറൊരു പേരാകാം. ഈ ഹണീന്ന് എങ്ങനെ വിളിക്കുക, എല്ലാവരും കേട്ട് കഴിഞ്ഞാൽ ഹായ് ഹണി. നമുക്കൊന്നും പറയില്ലല്ലോ, ദേഷ്യം വന്നാലും ഹണി എന്നല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു സജഷൻ അവർ വെച്ചത്. പക്ഷെ വീണ്ടും ഞാൻ അത് വേണ്ട, ഇനി ദേഷ്യപ്പെട്ടായാലും ഹണീന്ന് തന്നെ വിളിച്ചാൽ മതി എന്നുള്ളത് കൊണ്ട്. നേരത്തെ പറഞ്ഞത് എവിടെയാ നമ്മൾ നിർത്തിയത്? കുറെ നാളുകൾക്ക് ശേഷം ഹണീനെ കണ്ടപ്പോ തടിച്ചു വീർത്തു പോയോ? എന്ത് പറ്റി? ഞാൻ പറഞ്ഞത് ആള് ഒന്ന് ട്രിമ്മായി, സ്ലിം ആൻഡ് ട്രിമ്മായി. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മൾ സ്ക്രീനിൽ കാണുമ്പോൾ കുറച്ചുകൂടി ആൾക്ക് തടിയത് തോന്നുന്നതാണ്. അല്ല, ഇപ്പം എനിക്ക് തോന്നുന്നു, ഇപ്പം ലാസ്റ്റ് ഇറങ്ങിയത് കനലായിരുന്നു ഞാൻ ചെയ്തപ്പോൾ. അപ്പൊ അത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി മെലിഞ്ഞിട്ടുണ്ട്, സ്ലിം ആയിട്ടുണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ നിങ്ങളൊന്നും സ്ക്രീനിൽ കണ്ടിട്ടില്ലല്ലോ, ഇനി കാണാൻ പോകുന്നതേ ഉള്ളൂ. സ്ക്രീനിൽ കാണുമ്പോൾ അറിയാം ആക്ച്വലി എത്രത്തോളം സ്ലിം ആയി, അത് ഹ്യൂജ് ഫീൽ ഉണ്ടോ എന്നുള്ളത്. എന്ത് പറ്റി ഇപ്പൊ സ്ലിം ആവാനൊന്നും പെട്ടെന്നൊരു തോന്നൽ? അത് ഞാൻ പെട്ടെന്ന് സ്ലിം ആയതല്ല, ഇതെനിക്ക് തോന്നുന്നു ഇപ്പൊ ട്രിവാൻഡ്രം ലോഡ്ജ് എന്ന് പറയുന്ന സിനിമ കഴിഞ്ഞിട്ട് ഇപ്പൊ കുറച്ച് നാളായി. അപ്പൊ അത് കഴിഞ്ഞിട്ട് പതുക്കെ 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 മെലിഞ്ഞു വന്നതാണ്, ഒറ്റയടിക്ക് മെലിഞ്ഞല്ല. പിന്നെ ഈ ചങ്സിന് വേണ്ടി ഒരു 1 month എനിക്ക് ഒരു ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി കുറച്ച് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ 5:45 നേരം എടുക്കുമ്പോൾ എഴുന്നേക്കും, എന്നിട്ട് ഞാൻ ഓടാൻ പോകും. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ഞാൻ ചെയ്യുന്നത്. മൺസൂൺ സീസൺ അല്ലേ, രാവിലെ നല്ല ഉഗ്രൻ മഴയും ജാനുവരിയിലായിരുന്നു, February 9 മാത്രമാണ്. പിന്നെ നമ്മൾ അതിന്റെ വർക്ക്ഔട്ട് എല്ലാം പിന്നെ എത്ര ട്രൈ ചെയ്താലും എഴുന്നേക്കാൻ പറ്റുന്നില്ല. അതെന്താണെന്ന് എനിക്ക് അറിയില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ അത് കണ്ടിന്യൂ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് എന്നും അലാറം വെക്കും. വെച്ച് 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 അതിന് അത് സാധനം തന്നെ പഠിച്ചു, ഇനി ഉപദ്രവിക്കരുതെന്ന് പറയാനായി. മഞ്ജു ചേച്ചിയും അമ്പു ചേച്ചിയുമാണ് ഈ ചാൻസിന് വേണ്ടി, മൂവിക്ക് വേണ്ടി ചെയ്തേക്കുന്നത്. അതെ 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 അതെ. നാഷണൽ കോമ്പറ്റീഷൻ ആയിരുന്നു അത്, ഐ മീൻ ഇന്റർനാഷണൽ കോമ്പറ്റീഷൻ ആയിരുന്നു എന്ന് തോന്നുന്നു. എനിവേ ചേച്ചി ഭയങ്കര ടാലന്റ് ഉള്ള ഒരു വ്യക്തിയാണ്. അപ്പം നമുക്ക് അറിയാം, ഒത്തിരി ഒത്തിരി അതിനെ പുറത്തു പോയി പഠിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. കാരണം നമുക്ക് വളരെ കുറച്ച് ആളുകളെ ഉള്ളൂ അങ്ങനെ. ഇപ്പം ഹെയർ ഡ്രസ്സേഴ്സ് ആയാലും നമുക്ക് വളരെ കുറച്ചേ ഉള്ളൂ. ഇപ്പം അതിനെപ്പറ്റി കൂടുതൽ പഠിച്ചിട്ടൊക്കെ വന്ന് ചെയ്യുന്നവർ വളരെ കുറവാണ്. എന്തായാലും നമുക്ക് ഏത് രീതിയിലും ഏത് ഔട്ട്ഫിറ്റിൻ്റെ ഒപ്പവും പോകുന്ന സ്റ്റൈൽസ് ചെയ്യാനായിട്ട് ചേച്ചിക്ക് ഭയങ്കര ഒരു ക്യാരക്ടറാണ്. അവരുടെ രാവുകൾ എന്ന് പറയുന്ന മൂവി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് അവരുടെ രാവുകളാണോ അവളുടെ രാവുകളാണോ എന്ന് ആദ്യമേ നമ്മൾ ചോദിക്കുന്നത്. പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരുന്നത് അവളുടെ രാവുകളാണ്. അതുകൊണ്ട് അതിനകത്ത് പാട്ട് പാടി നമുക്ക് ആരംഭിക്കാം. ഓക്കെ. അല്ല, അതങ്ങനെ ഓഫ്കോഴ്സ് ഹണി പറയും പാടില്ല എന്ന്. അപ്പൊ മഞ്ജു പാടുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് മഞ്ജു പാടും. അതിനൊരു ഞാൻ സ്ഥിരമായിട്ടുള്ളത് കൊണ്ട് എനിക്കറിയാം. ഏതായിരുന്നു പാട്ട്? രാജീവ് ഞാൻ പാടി ശരിയാകും. ഒന്നാമത് ഈ പാടൊക്കെ കഴിഞ്ഞിട്ടേ. അവരുടെ രാവുകൾ മൂവിനെ പറ്റി കൂടുതൽ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് പിടിച്ചു വന്നപ്പോൾ ഇതിൽ ആസിഫ് അലിനെ പറ്റി പറയുന്ന ഒരു കാര്യമുണ്ട്. ആസിഫ് അലിയുടെ കരിയറിൽ തന്നെ ഏറ്റവും വ്യത്യസ്തമായ ഒരു ക്യാരക്ടറാണ് ഈ മൂവിയിലൂടെ ആസിഫ് അലി അവതരിപ്പിക്കുന്നത്. ഉണ്ണിമുകുന്ദനാണെങ്കിൽ ഉണ്ണിമുകുന്ദന്റെയും ഒരു ഡിഫറെന്റ് ഗെറ്റപ്പിലാണ് പുള്ളി വരുന്നത്. പുള്ളിയുടെ കരിയറിലെയും ഒരു മികച്ച കഥാപാത്രമായിട്ടാണ് വരുന്നതെന്ന് പറയുന്നത്. ഹണി റോസിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് അവരുടെ രാവുകൾ? അങ്ങനെയൊക്കെ പറഞ്ഞോളൂ, പക്ഷെ അങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. ഞാൻ ഇതിലൊരു ത്രൂ ഔട്ട് കഥാപാത്രമല്ല ചെയ്തേക്കുന്നത്. ഇത് 3 ആൺകുട്ടികളുടെ അവരുടെ സെപ്പറേറ്റ് കഥകൾ പറയുന്ന ഒരു സിനിമയാണ്. അപ്പം ഈ ഞാൻ എൻ്റെ ഓപ്പോസിറ്റ് വരുന്നത് ഉണ്ണിയാണ്. അപ്പോൾ ഉണ്ണിയുടെ ഞാൻ ആക്ച്വലി എൻ്റെ സബോർഡിനേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ് ഉണ്ണി. ഞാൻ പുള്ളിനായിട്ട് മാക്സിമം വട്ടം കറക്കി പുള്ളിയുടെ എന്താ പറയാ വേണ്ടി പുള്ളിയുടെ കഥാപാത്രം അങ്ങനെയാണ്. എനിക്ക് തോന്നുന്നു ഉണ്ണി ചെയ്തതിൽ നിന്നും ഏറ്റവും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ട്, കുറച്ച് ഫ്ലേർട്ടായിട്ട്, അല്ലെങ്കിൽ ഈ ജോലി ചെയ്യാണ്ട് എങ്ങനെ മനുഷ്യന് ജീവിക്കാം എന്നുള്ളതിന് റിസർച്ച് നടത്തുന്ന ഒരു കഥാപാത്രമാണ് ഉണ്ണി ഇതിൽ ചെയ്തിരിക്കുന്നത്. കാണേണ്ട സിനിമയാണ് അല്ലേ യങ്സ്റ്റേഴ്സ് ഒക്കെ? അതിനൊരു വഴി അന്വേഷിച്ചു നടക്കുമായിരുന്നു. അല്ല, ശരിക്കും ഉണ്ണിക്ക് ഏറ്റവും നല്ലൊരു ക്യാരക്ടർ തന്നെ ഇതിൽ ചെയ്തേക്കുന്നത്. അപ്പം എൻ്റെ കഥാപാത്രവും ഒരു ഞാൻ പറഞ്ഞില്ലേ ത്രൂ ഔട്ട് ഇല്ലെങ്കിലും ഷാനിൻ്റെ അടുത്ത് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നു ഈ സിനിമ കഴിയുമ്പം ആളുകളുടെ മനസ്സിൽ നിൽക്കുന്ന ഒരു കഥാപാത്രമായിരിക്കും ഇത്, അപ്പോൾ ചെയ്താൽ നന്നായിരിക്കും എന്ന് എൻ്റെ അടുത്ത് അദ്ദേഹം ഉറപ്പ് പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ എനിക്കും അങ്ങനെ തന്നെ ഫീൽ ചെയ്തത് ഒരു വളരെ ക്രിസ്പായിട്ട് നിൽക്കുന്ന ഒരു സാധനം എന്തായാലും രസമായിട്ട് വന്നിട്ടുമുണ്ട് ഇപ്പോൾ കട കഴിയുമ്പോൾ. ശിവാനി എന്നല്ലേ ക്യാരക്ടർ പേര് ഇതിനകത്ത്? ഓക്കെ. ഇതില് ഞാൻ ഇതിൻ്റെ ഒരു സിനോപ്സിസ് ചെറുതായിട്ട് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് കുറച്ച് ചെറുക്കന്മാര്
പിള്ളേര് കൊച്ചിയിൽ വന്നതിന് ശേഷം അല്ലെ, കൊച്ചിയാണ് ഇതിന്റെ ഒരു ബേസിക്, ഇതിന്റെ ഷൂട്ടിംഗ് കാര്യങ്ങളൊക്കെ കൊച്ചി മാത്രമാണ് ബേസ്ഡ്. അതെ അതെ, കൊച്ചിയും പിന്നെ എനിക്ക് തോന്നുന്നു സോങ്സ് ഒക്കെ ഇവര് വാഗമൺ അങ്ങനെ എടുത്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങൾ ഒത്തിരി ടെൻഷൻസിലൂടെയൊക്കെ കടന്നു പോരേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഞാനും മുന്നിയുമായിട്ടുള്ള ഒരു സോങ് ഒക്കെ അത് ചിത്രീകരിക്കാൻ കഴിഞ്ഞില്ല. സോ അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു വർഷത്തോളം കുറേ ആളുകളുടെ ഈ സിനിമയുടെ പിറകിലുള്ള ഒരു പ്രയത്നം തന്നെയാണ് ഇപ്പം ഈ സിനിമ റിലീസ് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നത്. ഇല്ല, വന്നിട്ടില്ല. കുറച്ച് പോർഷൻസ് എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ അത് കട്ട് ചെയ്തിട്ട് ഇപ്പൊ ഒരു കുറച്ച് നേരം മാത്രം കാണിക്കുന്ന ഒരു സോങ് ആയിട്ട്. അത് മാത്രമല്ല, അവരുടെ രാവുകൾ മൂവിയുടെ ഒരു പ്രശ്നമായിരുന്നത് ഈ സിനിമ സ്ട്രൈക്കും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ കുറെ അതിന് തള്ളിയാണ് ഇപ്പൊ വന്ന്. ഏത് പാട്ടാണ് ആ പാട്ട് ഞങ്ങൾ പ്രൊമോട്ട് ചെയ്യും? എനിക്ക് കേട്ടിട്ട് വിഷമം വരുന്നു. അത് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. ഏതാ പാട്ട്? ഈ രാത്രി അല്ലെങ്കിൽ രാവ് എന്ന് പറയുന്നത് ഭയങ്കര എന്താ പറയാ, പല ക്രൂഷ്യൽ ആയിട്ടുള്ള ഡിസിഷൻസ് ഒക്കെ എടുക്കാനും പല കാര്യങ്ങൾ തീരുമാനിക്കാനും ഒക്കെ ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് രാത്രിയാണ്. രാവിലത്തെ പ്രഷറിൽ നമുക്ക് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റില്ല. രാത്രി വന്ന് കിടക്കുന്ന സമയത്ത് ഉറക്കം കിട്ടാതിരുന്ന് ആലോചിക്കുന്നതും ഡിസിഷൻ എടുക്കുന്നതൊക്കെ. സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ലൈഫിൽ ഡിസിഷൻ ഒന്നും എടുത്തിട്ടില്ല? എനിക്ക് ദൈവാനുഗ്രഹം കൊണ്ട് എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല എന്നൊരു ലൈഫാണ് കിട്ടിയേക്കുന്നത്. അച്ഛനും അമ്മയും എപ്പോഴും ഇങ്ങനെ കൂടെ ഉണ്ടാവും, ലെഞ്ചിക്കൊണ്ടിരിക്കും. അതെ അതെ അതെ, ഭയങ്കര പ്രൊട്ടക്ഷനാണ്. പിന്നെ എന്താ, ഒരാളേ ഉള്ളൂ. പിന്നെ എനിക്ക് വലിയ ടെൻഷനൊന്നും ഇല്ല. സിനിമയൊക്കെ ചെയ്ത് ഇങ്ങനെ അല്ല, ഡിസിഷൻ എടുക്കുവാണെങ്കിൽ തന്നെ 3 പേരും കൂടി ആലോചിച്ചിട്ട് എടുക്കുന്ന ഡിസിഷൻസ് ആയിരിക്കും. നേരത്തെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു. ഇപ്പൊ പിന്നെ ഞങ്ങൾക്ക് ബിസിനസ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പൊ എല്ലാവരും കൂടി ലൊക്കേഷനിൽ പോകാന്ന് പറഞ്ഞാൽ നോട്ട് അറ്റ് ഓൾ പോസിബിൾ. അപ്പൊ അതുകൊണ്ട് ഞാനോ അമ്മയോ അല്ലെങ്കിൽ ഞാനോ അച്ഛനോ എന്നുള്ള രീതിയിലായിരിക്കും പോവാ. ഈവൻ ആദ്യമായിട്ടൊരു വലിയ മഹാത്ഭുതം സംഭവിച്ചു എന്ന് പറയുന്നത് ചങ്സിന്റെ ഞങ്ങളുടെ വീട്ടിൽ നിന്നും മാധുരിയിൽ നിന്നും ഒത്തിരി ഉണ്ടായിരുന്നു. ഇവിടെ എവിടെയാ മറ്റേ ആ കോളേജ്, ശങ്കര കോളേജ്, ആദിശങ്കര കോളേജ്, സോറി, അവിടെയാണ് ഷൂട്ട്. അപ്പൊ കുറച്ച് ഒരു 15 മിനിറ്റ് ജേർണിയുള്ളൂ. അതുകൊണ്ട് തന്നെ എന്നെയും എൻ്റെ ഒരു ഫ്രണ്ട് കസിൻ കുട്ടീനെയും അന്ന് അലുകുലത്തൊക്കെ കാണിച്ചോ? ഞാൻ എപ്പോഴും നല്ല കുട്ടിയാണ്, അവർക്കറിയാതെ.